ഹായ് ഗൈസ്, മോളിവുഡ് ടൈംസ്. നസ്ലിൻ പ്രധാന വേഷത്തിലെത്തി അഭിനവ് സുന്ദർ നായക് ഡയറക്ട് ചെയ്ത പടം. ഇതിന്റെ പ്രൊഡ്യൂസർ വന്നിട്ട് ആഷിഖ് ഉസ്മാൻ, ഇത് റൈറ്റ് ചെയ്തിരിക്കുന്നത് രാമു സുനിൽ, സിനിമാറ്റോഗ്രഫി വിശ്വജിത്ത് ഒഴുക്കത്തിൽ, മ്യൂസിക് ജേക്സ് ബിജോയ് ആൻഡ് എഡിറ്റിംഗ് നിതിൻ രാജ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അഭിനവ് സുന്ദർ നായകിന്റെ ഫസ്റ്റ് മൂവി, അതായത് നമ്മുടെ വിനീത് ശ്രീനിവാസൻ അഭിനയിച്ച നമ്മുടെ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്, അദ്ദേഹത്തിൻ്റെ ആ പടം തൊട്ട് എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവിയാണ്. ആ ഒരു നരേഷൻ, ആ ഒരു ഡിഫറെൻറ്റ്, നമ്മൾ അതുവരെ കാണാത്തത് ഇത് ബ്രേക്ക് ചെയ്യുന്ന ഒരു മൂവിയായിരുന്നു. ഒരു നരേഷൻ രീതിയാണെങ്കിലും ഉള്ളതുപോലെ കാണിക്കുന്ന ഒരു ഇതായിട്ട് തോന്നി. അതേ സെയിം ഒരു സെറ്റപ്പ് തന്നെയാണ് ഇതിലും അദ്ദേഹം പിടിച്ചിട്ടുള്ളത്. അതായത് ആ ലീഡ് റോൾ നമ്മൾ സംസാരിക്കുന്നത് പോലെ അതിലും വിനീതേട്ടൻ്റെ ക്യാരക്ടർ ആ ഒരു മൈൻഡ് തോട്ട്സ് ഒക്കെ അതൊക്കെ റിവീൽ ചെയ്യുന്ന ആ ഒരു നരേഷൻ, അതിന്റെ തോട്ട്സ് ഒക്കെ അദ്ദേഹം പ്രേക്ഷകരോട് പറയുന്നത് പോലുള്ള ആ നരേഷൻ, അത് ഇതിലും നസ്ലിന്റെ ക്യാരക്ടർ, അതായത് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ പേര് വിനീത് മാധവൻ, അതായത് ഒരു വലിയ ഹൊറർ ഡയറക്ടർ ആവണമെന്ന് കുഞ്ഞിലെ ആഗ്രഹിച്ച് വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്ന ആ ഒരു കഥാപാത്രമാണ് നമ്മുടെ നസ്ലിന്റെ കഥാപാത്രം, നസ്ലിൻ നായകനായിട്ട് അഭിനയിക്കുന്നത്. കാരണം ഇതിൽ ഒരുപാട് ആക്ടേഴ്സ് വേറെ ഉണ്ട്. കാരണം ഒരുപാടുണ്ട്. ഷറഫുദ്ദീൻ, ജഗദീഷ് ഏട്ടൻ, നസ്ലിന്റെ ഫ്രണ്ടായിട്ട് റോഷൻ, ഇങ്ങനെ ഒരുപാട് ചന്തു സലിംകുമാർ, ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട്. രാജേഷ് മാധവൻ, അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ വേറെ രണ്ടുപേരുണ്ട്, അത് പറഞ്ഞ് ഞാൻ സ്പോയിലറായി, അപ്പോൾ ഞാൻ കുറിച്ച് പറയുന്നില്ല. മൊത്തത്തിൽ പടം അടിപൊളി, ഒന്നും പറയില്ല, സൂപ്പർ പടം എന്ന് തന്നെ പറയാൻ പറ്റും. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ പടത്തിൽ ഇന്നായി കഴിഞ്ഞു. ആ കൊണ്ടുവരുന്ന രീതി, ജഗദീഷ് ഏട്ടൻ്റെ ക്യാരക്ടറിലാണ് തുടക്കം. ആ ഒരു കൊണ്ടുവരുന്ന രീതി, കൊണ്ടുവന്ന ക്യാരക്ടറെല്ലാം മോൾഡ് ചെയ്ത് നസ്ലിൻ്റെ ക്യാരക്ടർ ആ മോൾഡ് ചെയ്ത് വരുന്ന രീതിയുണ്ട്. അത് മൊത്തത്തിലല്ല, ചൈൽഡ്ഹുഡ് ആണെങ്കിലും ആ ചൈൽഡ്ഹുഡ് ചെയ്ത പിള്ളേരായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഫസ്റ്റ് ഹാഫ് ത്രൂ ഇപ്പൊ 2 മണിക്കൂർ 48 മിനിറ്റ് ഉണ്ട് മൊത്തം ഹോൾ പടം. പക്ഷെ അതായത് ഫസ്റ്റ് ഹാഫ് ആദ്യത്തെ 1 മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് കഴിയുമ്പോൾ തന്നെ നമ്മൾ പടത്തിൽ ഇന്നായി കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ സിനിമയ്ക്കുള്ളിലെ സിനിമ എന്നൊക്കെ ട്രെയിലറിൽ കണ്ടപ്പോഴും കുറച്ചൊക്കെ സിനിമാറ്റിക് എലമെന്റ് പ്രതീക്ഷിച്ചു, സിനിമാറ്റിക് ടച്ച് ആയിരിക്കും. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. അഭിനവ് എൻ്റെ ഒരു നരേഷൻ രീതിയെ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള, പച്ചയായിട്ടുള്ള, അതായത് തോൽക്കേണ്ടടുത്ത് നമ്മൾ തോൽക്കും, ജയിക്കേണ്ടടുത്ത് നമ്മൾ ജയിക്കും. അതിലൊരു സിനിമാറ്റിക് എലമെന്റ് കൊണ്ട് പുള്ളി കേട്ടിട്ടില്ല. അത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വെറൈറ്റി തോട്ട് പ്രോസസ്സ് അത് സൂപ്പറായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ച് ലെങ്ത് ഉണ്ട്, കുറച്ച് ലാഗൊക്കെ വരേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിലും അത് കൊണ്ടുപോകുന്ന രീതി, ആ ക്യാരക്ടർ കടന്നു പോകുന്ന സിറ്റുവേഷൻസ്, സത്യം പറഞ്ഞാൽ ഈ സിനിമയിൽ പലയിടത്തും വലിയ തെറികൾ വരെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്കതൊരു അറപ്പ് തോന്നില്ല. ആ ഒരു രീതിയിലാണ് കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സംഗീതിന്റെ ക്യാരക്ടർ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ക്യാരക്ടർ. സംഗീത രീതിയിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം അവരുടെ ഒരു കോമ്പിനേഷൻ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ സത്യം എടുത്ത് പറയേണ്ടത് നസ്ലിൻ ഇതുവരെ ചെയ്തതിൽ ടോപ്പ് നോച്ച് ക്യാരക്ടർ എന്ന് ഞാൻ പറയും. അത് നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. നസ്ലിന്റെ ആക്ടിങ് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഡയലോഗ് ഡെലിവറി എല്ലാം, കാരണം ത്രൂ ഔട്ട് നമ്മൾ നസ്ലിന്റെ നരേഷനിലാണ് പടം പോകുന്നത്. നസ്ലിന്റെ ക്യാരക്ടറിലൂടെ നസ്ലിൻ പറയുന്നതിലൂടെ പടം പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ നേരത്തെ പറഞ്ഞ ഇന്നർ തോട്ട്സ് പ്രോസസ്, ഇതെല്ലാം ഡയലോഗ് ഡെലിവറി ആയിട്ട് നമുക്ക് കേൾക്കുന്നുണ്ട്. പ്രേക്ഷകൻ അത് കണക്ട് ആവുന്നുണ്ട്. സത്യം പറഞ്ഞാൽ സിനിമ ആഗ്രഹിച്ച് സിനിമയുടെ പുറകെ നടന്ന് നരകിച്ച് അതിലെത്തിപ്പെടാൻ പറ്റാത്തവർക്കെല്ലാം ഇത് നല്ല രീതി, എത്തിപ്പെട്ടവർക്കും കണക്ട് ആവുന്ന ഒരു ഇതാണ്. സിനിമയ്ക്കുള്ളിലെ ചതി, വഞ്ചന, ഇതെല്ലാം പച്ചക്ക് ഇതിൽ കാണിക്കുന്നുണ്ട്. ഇത് ഫേസ് ചെയ്തവരും ഫേസ് ചെയ്യാത്തവർക്കും നല്ല രീതിയിൽ കണക്ട് ആവും. സത്യം അതായത് മൊത്തത്തിൽ നമ്മൾ ഈ പുറമേ നിന്ന് കാണുന്നതല്ല സിനിമയ്ക്കുള്ളിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ കുതുകാലി വെട്ടും കൂടെ നിൽക്കുന്നവൻ തന്നെ പണി തരുന്ന അവസ്ഥ, അതൊക്കെ ഇതിൽ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ സത്യം ഹോൾ മൂവി കണ്ടപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ഉദയനാട് ദാഹത്തിൻ്റെ ഒക്കെ ചെറിയ ഒരു ഇതൊക്കെ തോന്നിയിരുന്നു. കാരണം ഏകദേശം ഒരേ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്ന പടങ്ങളാണ്. അതുപോലെ കാരണം ഒരാളുടെ കഴിവിനെ മോഷ്ടിച്ച് കയറി, അത് ഈ പടത്തിൽ ഉടനീളം അത് കാണിക്കുന്നുണ്ട്. തുടക്കം മുതലേ അതാണ് കാണിക്കുന്നത്. മറ്റൊരാളുടെ ഇത് മോഷ്ടിച്ച് രക്ഷപ്പെടുന്ന ടീമുകളുണ്ടല്ലോ, അവരെ തന്നെ കാണിച്ച. പക്ഷെ അത് അവർ അപ്പം സിനിമ കാണിക്കുമ്പോഴും റിയലിസ്റ്റിക് ആണ്. അങ്ങനെ മോഷ്ടിച്ച് രക്ഷപ്പെട്ടവനും ഒരു ചുക്കൂല, ഒന്നുമില്ല, അവനൊക്കെ രക്ഷപ്പെട്ടു പോകും. അല്ലാതെ ഫിലോസഫിയും പറഞ്ഞ് നിൽക്കുന്നവർ
അതായത് മുകുന്ദനുണ്ണി അസോസിയേറ്റിൽ തന്നെ വിനീതന്റെ വൈഫിന്റെ കഥാപാത്രം പറയുന്നുണ്ട്, നിങ്ങൾ ഈ എത്തിക്സ് ഒക്കെ നോക്കിയിരിക്കുന്നവർ അവസാനം ഒരു ബാഡ് വേർഡ് അതിൽ യൂസ് ചെയ്യുന്നുണ്ട്, തൊലിഞ്ഞിരിക്കത്തേ ഉള്ളൂ എന്നുള്ള രീതി തന്നെയാണ് ഇതിലും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് ജസ്റ്റിസ് നോക്കി എല്ലാം പക്കയായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കഞ്ഞി മാത്രമായിരിക്കും. അല്ലാത്ത പക്ഷം ഈ പറയുമല്ലോ കുറച്ച് ഇതിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന് അങ്ങനെ കാണിക്കുന്നുണ്ട്, സെൽഫിഷ്നെസ് ഉള്ളവന്മാരെ ഇനി കയറി പോകത്തുള്ളൂ എന്നുള്ള രീതിയാണ് ഇതിൽ ആ ഒരു റിയലിസം. സത്യം പറഞ്ഞാൽ അവസാനം വരെ പടത്തിന്റെ അവസാനം ഞാൻ കുറച്ചൊക്കെ ഒരു ഇതൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷെ അത് അവിടെ പച്ചയായിട്ട് തന്നെ കാണിക്കുന്നത്. പടത്തിന്റെ അവസാനവും നമുക്ക് കുറച്ച് ഒരു നെഗറ്റീവ് സൈസ് എൻഡിങ് ആണെങ്കിലും അവിടെ അപ്പോഴും നമ്മുടെ വിനീത് മാധവൻ ഒപ്റ്റിമിസം കൈവിട്ടിട്ടില്ല. അദ്ദേഹം പറയുന്നു ഇനി വിജയിക്കുന്നത് വരെ പോരാടും എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നു ഞാൻ, ഈ പേഴ്സണലി പ്രതീക്ഷിച്ചു. കാരണം നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മൾ ഇതുവരെയുള്ള എല്ലാ ടിപ്പിക്കൽ പടത്തിലും അവസാനം ഒരു വിജയം വേണം, വിജയം കാണിക്കണമല്ലോ, കഷ്ടപ്പെട്ട് എന്തൊരു വിജയം വേണം. പക്ഷെ ഇവിടെ അതിനെല്ലാം പൊളിച്ചെഴുതുന്ന ഒരു ഡയറക്ഷൻ, അതാണ് അഭിനവിന്റെ ഒരു പ്രത്യേകത. നമ്മൾ മുകുന്ദനുണ്ണി അസോസിയേറ്റ് എടുത്ത് നോക്കിയാലും അവസാനവും, അതായത് പച്ച ജീവിതം, റിയലിസ്റ്റിക്, അദ്ദേഹം അത് വിട്ടൊരു കളിയില്ല. അത് അദ്ദേഹം അതുപോലെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത് പടത്തിൽ. മൊത്തത്തിൽ ത്രൂ ഔട്ട് പടം എനിക്കിഷ്ടപ്പെട്ടു, എനിക്ക് വർക്കായി. ഒരു പക്ഷെ പടത്തിൽ ഭയങ്കര ഈ കണക്ട് ചെയ്ത് ലൂപ്പ് പോലെയാണ് പടം പോകുന്നത്. അത് നമുക്ക് ഒരിടത്ത് നമ്മൾ ഒരു കണക്ഷൻ, പടമായിട്ടുള്ള കണക്ഷൻ വിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ടോട്ടലി ഒരിത് പോകും, ആ ഒരു ആസ്വാദനത്തിന്റെ ഒരു ഇത് പോകും. ആ ഒരു ഇത് പടത്തിൽ കൊടുക്കണം. പടത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ പടം വേറെ ലെവലാണ്. എടുത്തു പറയേണ്ട പ്രകടനങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എല്ലാവരും കൊള്ളണം, എല്ലാവരുടെ ക്യാരക്ടറും. ജഗദീഷ് ചേട്ടന്റെ ആണെങ്കിലും ജഗദീഷ് ചേട്ടന്റെ ക്യാരക്ടറാണ് തുടങ്ങുന്നത്. ജഗദീഷ് ചേട്ടൻ്റെ ആയാലും ശരഫുദ്ദീൻ്റെ ആയാലും സംഗീത് ശിവൻ, അവരൊക്കെ സംഗീതമൊക്കെ നന്നായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. അവരെ കോമ്പിനേഷൻ സീൻസ് എല്ലാം നല്ല രീതിയിൽ വർക്കായി. അപ്പോൾ പിന്നെ ഏറ്റവും മെയിനായിട്ട് പറയേണ്ടത് നസ്ലിൻ എന്ന് പറയുന്ന ഒരു ആക്ടർ, പുള്ളിക്ക് ഇനിയും പുള്ളിയുടെ റേഞ്ച് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്ന് പുള്ളി കാണിച്ചു തരുന്നുണ്ട്. പുള്ളിയെ കൊണ്ട് ഈ ഒരു ടിപ്പിക്കൽ ആ ഒരു ശൈലി മാത്രമല്ല, പുള്ളിക്ക് കുറച്ച് ആ ഒരു ഇത് നമുക്ക് ഈ പടത്തിൽ സത്യം പറഞ്ഞാൽ നസ്ലിൻ്റെ ഒരു ഇമ്പ്രൂവ്മെന്റ് നല്ല രീതിയിൽ കാണാൻ പറ്റും. നല്ലൊരു അടിപൊളി പടം. ഞാൻ ട്രെയിലർ കണ്ട് പ്രതീക്ഷിച്ചതിനെക്കാട്ടി കുറച്ച് കൂടുതൽ എനിക്ക് അതിൽ നിന്ന് കിട്ടിയെന്ന് വേണം പറയാം. ഞാൻ ഇത്രത്തോളം ഒന്നും പ്രതീക്ഷിച്ചില്ല. ഇപ്പം ഞാനൊരു അപ്പോഴും വിചാരിച്ചത് ഇപ്പം നമ്മുടെ ആ പോസ്റ്ററിലൊക്കെ കണ്ടപ്പോഴും കൂടുതലും ഈ സ്കൂൾ കോളേജ് അങ്ങനെയൊക്കെ ചുറ്റിപ്പറ്റി കാണിക്കുന്നതായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരു സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന ഒരു സിനിമാ മോഹിയുടെ ലൈഫ്, അതിൽ ഇനി എത്ര സ്ട്രഗിൾ വന്നാൽ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കാനുള്ള ആ ഒരു ഇത്, അത് ത്രൂ ഔട്ട് പടത്തിൽ നസ്ലിൻ്റെ കഥാപാത്രത്തിലൂടെ കണക്റ്റ് ആവുന്നത്. അത് ജീവിതത്തിൽ അത് അനുഭവിച്ചവർക്കും കണക്റ്റ് ആവും. അതാണ് ആ ഒരു, കാരണം ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരാളുടെ മാത്രം ഒരു ഇതല്ലല്ലോ, ഒരു ഐറ്റമല്ല, അത് ഒരുപാട് പേരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. അതിൽ തന്നെ സ്റ്റോറി സ്ക്രീൻ പ്ലേ ചെയ്യുന്നവരുടെ റേഞ്ച് എന്താണെന്നുള്ളത് ഇതിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം തന്നെ പറയുന്നുണ്ട്. അവരെത്രത്തോളം മാസങ്ങളും വർഷങ്ങളും എടുത്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സിനിമ ഇറക്കുന്നത് എന്നുള്ളതും. എല്ലാ സിനിമയിലും എല്ലാ വിഭാഗത്തിലുള്ളവരും കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഒരു ഡയറക്ടറുടെ സ്ക്രീൻ പ്ലേ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സൊക്കെ അതിനെടുക്കുന്ന എഫേർട്ട്, അവർക്ക് അവസാനം അതിൽ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് കിട്ടാൻ വേണ്ടി അലയുന്ന ഒരു ഇതില്ലേ. അതായത് അതിനു വേണ്ടി അങ്ങ് കൊച്ചിലെ മുതലേ തന്നെ താൻ കേരളം കണ്ട ഏറ്റവും നല്ല ഹൊറർ ഡയറക്ടർ ആവണം എന്നുള്ള എയിം മനസ്സിൽ വച്ച് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ മോൾഡ് ചെയ്ത് സെൽഫ് മോട്ടിവേഷൻ ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് വരുന്ന ഒരു കഥാപാത്രം, അതാണ് വിനീത് മാധവ്. സോ ആ കഥാപാത്രത്തിലൂടെ നമ്മൾ അതിലൂടെ കൊണ്ടുപോകാൻ അഭിനവിന് സാധിച്ചിട്ടുണ്ട്. പടം എന്തായാലും കൊളുത്തി എന്ന് തന്നെ പറയാം. നസ്ലിൻ്റെ അടുത്ത നല്ല വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി എന്ന് തന്നെ ഇതിനെ പറയാം. സോ ഇതാണ് മോളിവുഡ് ടൈംസിനെ കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. എന്തായാലും നിങ്ങളിത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. നിങ്ങളുടെ അഭിപ്രായവും ഇതുപോലെ കമൻറ്റുകളായിട്ടൊക്കെ രേഖപ്പെടുത്തണം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ റിവ്യൂ. അടുത്ത മറ്റൊരു സിനിമയുടെ റിവ്യൂയുമായി നിങ്ങളെ സന്ധിക്കുമ്പോഴേക്കും വണക്കം.